ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു സ്പൈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് റവയും പൊട്ടാറ്റോയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് റവ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ തിള വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ അരക്കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിന് എത്രത്തോളം റവ ആവശ്യം വരുമോ അതിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ട് നല്ല കട്ടിയായിട്ട് നമ്മൾ ഉപ്പുമാവിനൊക്കെ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ റവ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ല സിമ്പിൾ പരിപാടി കേട്ടോ. ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു ചെറിയ സവാള കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. എല്ലാം കൂടി നല്ലോണം യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേ വേണ്ടൂ. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നെയ്യോ അല്ലെങ്കിൽ വെള്ളമോ എന്തെങ്കിലും തടവി എടുത്തതിന് ശേഷം ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടി കേട്ടോ. കാശ്മീരി ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തോളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തതും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് അത് കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. അധികം ലൂസാവാനും പാടില്ല. അവസാനം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്നത് പോലെ അല്ല കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തവയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മുളകിൻ്റെ ബാറ്ററിൽ ഓരോ റവ കട്ട്ലേറ്റ്സും ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് പാനിലിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. ആ മുളകൊക്കെ മൊരിഞ്ഞ് റവയല്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്